ആരിഫ് ഹുസൈന് ഒരു പിന്തുണയും ഒരു സംഘപരിവാറിനെ സ്വീകരിച്ചില്ലെന്ന്. ആരിഫ് ഹുസൈനും എനിക്കും പിന്തുണ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്ന്. സംഘികളാണ് കേരളത്തിലെ മെയിൻ ഇസ്ലാം വിരുദ്ധത ഉണ്ടാക്കുന്നതെന്ന് ലിയാഖത്ത് അലി ഓപ്പണായി പറയുന്നു. ഇസ്ലാം മതത്തിൽ ജനിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു പോയിക്കൊണ്ട് ഇസ്ലാം നാമം വെച്ചുകൊണ്ട് ഇസ്ലാം മതത്തെയും ഖുറാനെയും മറ്റുള്ള മതസ്ഥർക്ക്, അതായത് ഇസ്ലാം വിരോധികൾക്ക് തെറ്റിദ്ധരിപ്പിച്ചു കൊടുക്കുക, അതിലൂടെ കിട്ടുന്ന വരുമാനം നക്കുക. അങ്ങനെയുള്ള രണ്ട് എരപ്പാളികളെ നമുക്കൊന്ന് കാണാം. ആരിഫ് ഹുസൈൻ പറഞ്ഞല്ലോ, ആരിഫ് ഹുസൈന് ഒരു പിന്തുണയും ഒരു സംഘപരിവാറിനെ സ്വീകരിച്ചില്ലെന്ന്. ആരിഫ് ഹുസൈനും എനിക്കും പിന്തുണ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്. ഓഫർ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്. ആരിഫ് ഹുസൈനും എനിക്കും പിന്തുണ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്. ഓഫർ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്. ആരിഫ് ഹുസൈൻ അത് സ്വീകരിച്ചു, ഞാൻ അത് നിരാകരിച്ചു. ഈ പറയുന്ന ഇസ്ലാം മത വിമർശകരായിട്ടുള്ള ആളുകൾ, സംഘപരിവാർ അടക്കമുള്ള ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, അല്ലെങ്കിൽ നമുക്കതിന് കൃത്യമായ തെളിവുകളില്ല എന്ന് പറയുമ്പോൾ തന്നെ ലിയാഖത്ത് അലി ഈ പറയുന്ന കേരള സമൂഹത്തിനകത്ത് വലിയ രീതിയിൽ ഇസ്ലാം വിമർശനം നടത്തിയിട്ടുള്ള ആളാണ്. താങ്കൾക്ക് അങ്ങനെയുള്ള ഓഫറുകൾ വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് എന്തായിരിക്കും? പ്രത്യക്ഷമായിട്ടുള്ള സാമ്പത്തിക ഓഫറുകളൊന്നും എനിക്ക് വന്നിട്ടില്ല. കണ്ടില്ലേ, സംഘപരിവാറുകാരാണ് ഇവരെ ഇസ്ലാം മത വിമർശനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത് എന്നിപ്പോൾ ലിയാഖത്ത് അലി എന്ന ഈ എക്സ് മുസ്ലിമായ നിരീശ്വരവാദിയായ ഈ മനുഷ്യൻ്റെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടു. അപ്പോൾ സംഘികളാണ് കേരളത്തിലെ മെയിൻ ഇസ്ലാം വിരുദ്ധത ഉണ്ടാക്കുന്നതെന്ന് ലിയാഖത്ത് അലി ഓപ്പണായി പറയുന്നു. സംഘികൾ ഇവന്മാർക്ക് കൊടുക്കുന്ന ടാർഗറ്റ് ഇസ്ലാം മതത്തെ കഠിനമായി, ക്രൂരമായി, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായി ചിത്രീകരിക്കുക. അതിലൂടെ സംഘികൾ ഭീമമായ തുക ഇവർക്ക് കൊടുക്കും. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഇവന്മാരും ഇവന്മാരുടെ പൊണ്ടാട്ടികളും സുഖിച്ച് രസിച്ച് കിടന്നുറങ്ങുന്ന രാത്രികളിൽ സംഘികൾ വന്നാൽ അവർക്ക് വേണ്ടി ഇവർ വാതിലും തുറന്നു കൊടുക്കും. വമ്പൻ ഓഫറുകൾ സംഘികൾ ഓഫർ ചെയ്തപ്പോൾ ആരിഫ് ഹുസൈൻ സ്വീകരിച്ചു, ലിയാഖത്ത് അലി തിരസ്കരിച്ചു. രണ്ടുപേരും സ്വീകരിച്ചിട്ടുണ്ട്. സംഘികളിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടാണ് ഈ രണ്ട് എരപ്പാടികളും ഇസ്ലാം വിമർശനം നടത്തുന്നു എന്നുള്ളത് പകൽ പോലെ ഇവിടെ തെളിഞ്ഞിരിക്കുന്നു. ഇസ്ലാം മതം ഉപേക്ഷിച്ച ഇവർ എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തിലെ പേര് ഉപേക്ഷിക്കുന്നില്ല? ഉത്തരം സിമ്പിളാണ്. സ്വന്തം ഉമ്മാനെ മകൻ തന്നെ പൊലയാട്ട് പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമാണ് ജനങ്ങൾക്ക്. ഇസ്ലാം മതം ഉപേക്ഷിച്ച ഇവനെ പോലെയുള്ള പരനാറികൾ എന്ന് ഇസ്ലാം മതത്തിൻ്റെ പേര് ഉപേക്ഷിക്കുന്നുവോ അന്ന് തീർന്നു. സുഖങ്ങളും സൗഭാഗ്യങ്ങളും പിന്നീട് വിഷപ്പടക്കാൻ ഇവന്മാരുടെ അച്ചുകൾ തൂക്കാൻ പോണ്ടി വരും.